അങ്ങനെ വേവേ ആ മോൺസ്റ്ററിനെ കൊന്നു കൊടുക്കുകയാണ്. എറിക്സി കാവോക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഗിഫ്റ്റിന് ഒരു മെറ്റീരിയൽ കൂടെ കിട്ടാനുണ്ട്. ഈ മോൺസ്റ്ററിനെ കൊന്നാൽ മേ ബി അത് റിവാർഡായി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വേവേ ആ മോൺസ്റ്ററിനെ കൊന്നു കൊടുക്കും. റിവാർഡായി അവർ ആഗ്രഹിച്ച അത് തന്നെ കിട്ടും. അത് കണ്ട് അവർ ഹാപ്പിയായി പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണേ. അങ്ങനെ വേവേ ആ വെപ്പണ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നീ ഇതിനൊരു പേരും പിന്നെ ഇതിനോടുള്ള നിൻ്റെ ഫീലിങ്സും കൂടെ എഴുതിക്കോ. അത് കേട്ട് എറിച്ച് നാണിച്ചുകൊണ്ട് എന്താ എഴുതുക എന്നൊക്കെ വിചാരിക്കുകയാണ്. വേവേ, ഇത് കുറച്ച് സ്വകാര്യമാണ്, നീ ഇതിലോട്ട് നോക്കല്ലോ. അത് കേട്ട് വേവേ, ഓ എന്നാൽ ഞാൻ നോക്കുന്നില്ല, നീ തുടങ്ങിക്കോ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞിരിക്കും. എറിക്സി വെപ്പന് പേരൊക്കെ ഇടുകയാണ്. എറിക്സി, നീ എഴുതി കഴിഞ്ഞോ? അതിൽ എറിക്സി ലാമ്പൊക്കെ തിരിച്ചു വെച്ച് കുറച്ചുകൂടെ ടൈം താ. അങ്ങനെ അവരങ്ങനെ ഇരിക്കുമ്പോൾ വേവേക്ക് ഒരു കോള് വരും. അവൾ അത് എടുക്കുമ്പോൾ അത് ഡൈമങ് ആണ്. നീ നാളെ ഫ്രീ ആണോ? നമുക്കൊരു ഡിന്നർ കഴിച്ചാലോ? നാളെയോ? ആ ഓക്കെ ശരി. ഡൈമങ് ഹാപ്പിയായി. സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് അയച്ച് അറിയിക്കാട്ടോ. അങ്ങനെ അവർ ഫോൺ വെക്കും. അതിൽ എറിക്സി ചോദിക്കും, ആരാ? എൻ്റെ ഗെയിമിലെ ഫ്രണ്ട് ഡിന്നറിന് ക്ഷണിച്ചതാ എന്നും പറഞ്ഞ് അവൾ റൂമിലോട്ട് പോകും. അതിൽ എറിക്സി ഒരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് പറയും, വേവേക്ക് ഈ ഗെയിമിൽ നിന്ന് 2 പേരെ കിട്ടി. അതിൽ ഒന്ന് മിസ്റ്റർ നെയ്സിയോ. ഇനി എൻ്റെ ആൾ എങ്ങനെ ഉണ്ടാവുമാവോ എന്നും പറഞ്ഞ് മേപ്പോട്ട് നോക്കിയിരിക്കണേ. അതിൽ അവൾക്ക് പെട്ടെന്ന് കാവോൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. അത് കണ്ട് അവൾ തന്നെ നെട്ടി. ദൈവമേ, ഇവൻ എന്തിനാ എൻ്റെ മുന്നിലോട്ട് പ്രകാശിച്ചു വരുന്നത്? എൻ്റെ ഗെയിമിലുള്ള പയ്യൻ സൂര്യനെ പോലെ പ്രകാശിക്കും. ഇവൻ വെറും 2 വാട്ട് ബൾബാണ്. എന്നിട്ട് ഗെയിമിൽ നോക്കുമ്പോൾ അവൻ ഓൺലൈനിലില്ല. ഇനി ഇവൻ എന്നാണാവോ വരിക എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കാവോ അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. എറിക്സി അവൻ്റെ കിറ്റിനെയൊക്കെ നോക്കുന്ന ചുമതലയും ഏറ്റു. അതിൽ അങ്ങനെ അവൻ ഇരിക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരും. അവൻ നോക്കുമ്പോൾ എറിക്സി ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ടുഡേയ്സ് അപ്ഡേറ്റ്. ഇപ്പോൾ കിറ്റ് റെഗുലറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, റെഗുലറായിട്ട് അപ്പിയും ഇടുന്നുണ്ട്. പിന്നെ ഏത് നേരവും അവൻ വിൻഡോ വഴി പുറത്തോട്ട് നോക്കി നിൽക്കണേ. നിന്നെ അവൻക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കേട്ട് കാവോ ഒന്ന് ചിരിച്ച് ഫോൺ താഴെ വെച്ച് അവൻ്റെ പണി കണ്ടിന്യൂ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് അവൾ വേറൊരു വീഡിയോ അയക്കും. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിറ്റ് ഈച്ചകളൊക്കെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കണേ. അപ്പോൾ നീ ഇനി അവന് ബോറടിക്കുന്നുണ്ടോ എന്നൊന്ന് വിചാരിച്ച് ടെൻഷൻ ആകണ്ടട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ വീടിൻ്റെ ഫുള്ള് ജനലുകളും തുറന്ന് വെച്ച് എല്ലാ ഈച്ചകളെയും ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. നിനക്കത് പ്രശ്നമുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് റിപ്ലൈ കൊടുക്കും. ഇനി അടുത്തത് വേവയും മേഹോ ടീമും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. മിസ്റ്റർ ഹാക്കറുമുണ്ട് കൂടെ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേവേ നെയ്ക്കുള്ള ഫുഡൊക്കെ പാർസലാക്കുന്നുണ്ട്. അതിൽ മേഹോ പറയും, ഷാൻ, നീ ഈയിടെയായി ശ്രദ്ധിച്ചോ? മിസ് വേവേ വന്നത് മുതലേ നെയ്യിൻ്റെ ഫുഡിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അവൻ പണ്ടൊക്കെ ഭയങ്കര ബിസിയായ സമയത്ത് വെറും ബ്രെഡും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. അത് കേട്ട് വേവേ സങ്കടത്തോടെ, ബ്രെഡും വെള്ളമോ? ആ, ചില സമയത്ത് അതുപോലെ സ്കിപ്പ് ചെയ്യും. ഞാനും ശ്രദ്ധിച്ചിരുന്നു. അവൻക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. എന്നും എന്നോട് വെറും ഫ്രൈഡ് റൈസ് മാത്രം കൊണ്ടുവരാൻ പറയും. ഇനി മുതൽ ഞാൻ അവൻക്ക് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് മാത്രം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യണേ. അങ്ങനെ വേവേ അതും കൊണ്ട് നെയ്യിൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയും, മിസ്റ്റർ നെയ്, റെസ്റ്റോറൻറ്റിൽ നിൻ്റെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും കൂടി മിക്സ് ചെയ്ത് വാങ്ങിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവുമില്ല മിസ് വേവേ. നീ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് താ. വെള്ളം വേണ്ട, പകരം ഞാൻ നിനക്ക് നല്ലൊരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കവറിൽ നിന്നും അതെടുത്തു കൊടുക്കും. അത് കണ്ട് നെയ് പറയും, നിനക്കിന്നെന്താ ഒരു പ്രത്യേകത? അതിൽ അവൾ ചിരിച്ചുകൊണ്ട് സ്വയം പൊക്കി പറയും, എൻ്റെ സ്വഭാവം ഈ പ്രത്യേകതയാണ്. അത് കേട്ട് നെയ്ക്ക് തന്നെ സന്തോഷമായിട്ട് വേവേനെ നോക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ നിൻ്റെ കൂടെ ഡിന്നറിന് ഉണ്ടായില്ല കേട്ടോ. ഡെയ്മങ് എന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവളെ ട്രീറ്റ് ആയിരുന്നു, ഇന്ന് എൻ്റെ ട്രീറ്റാണ്. അതുകൊണ്ടാണോ? അല്ലാതെ സ്വിമ്മിംഗ് ക്ലാസ്സിൽ നിന്ന് മുങ്ങാനുള്ള ഐഡിയ അല്ലല്ലോ. അത് കേട്ട് വേവേ ചിരിച്ചോണ്ട്, ഏയ് അല്ല, നീ വെറുതെ ഓവറായിട്ട് വിചാരിച്ചു കൂട്ടാണ്. ഓ, എൻ്റെ വിചാരത്തിൻ്റെ കുഴപ്പമാണോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകാം, നാളെ ഡിന്നറിനും. എന്താ പറ്റുമോ? അത് കേട്ട് വേവേ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ ആക്ട് ചെയ്യും. അവളെ ആക്ടിങ് കണ്ട് നെയ് ചിരിച്ചുകൊണ്ട്, ഓക്കെ എന്നാൽ ശരി, നീ നിൻ്റെ ഡിന്നറിന് പോയിക്കോ. അത് കേട്ട് വേവേ ഹാപ്പിയായി. പിന്നെ കാലാവസ്ഥ പറയുന്നത് ഇന്ന് മഴ പെയ്യുമെന്നാ, സോ മഴയൊന്നും കൊള്ളാതെ നോക്കണം, ഓക്കെ? അതിൽ അവൾ യെസ് സാർ, ഞാൻ നോക്കിക്കോളാം, ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അവൾ പോകും. നെയ് അവളെ സന്തോഷമൊക്കെ കണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ നെയ് അവൾ പോയപ്പോൾ അവൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇനി ഇവിടെ യോയോയും കൂട്ടാളികളും ഡിന്നറിന് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി വരികയാണ്. നമ്മുടെ ഷാവോ ജീപ്പും കൊണ്ടുവന്ന് അവളെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെത്തി. അവൾക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്ത് അവർ പോകുകയാണ്. എന്നാൽ വേവ് ഇവിടെ ഡിന്നറിന് പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്താണ് ഷാവോ അതിലൂടെ പാസ് ചെയ്യുന്നത്. ഷാവോ വേവേനെ ഒന്ന് കാണും.
നല്ല ഒരു സുന്ദരിയെ കണ്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കണേ. പെട്ടെന്ന് അവൾക്ക് ബസ് വന്ന് അവൾ അതിൽ കയറും. പക്ഷെ പിന്നെ അവൻക്ക് അവളെ കാണാൻ പറ്റാത്തത് കൊണ്ട് സങ്കടമാകും. അങ്ങനെ ഷാവോ ടീം പ്ലാൻ ചെയ്ത സ്ഥലത്തെത്തും. ക്ലാനിലെ ബാക്കി മെമ്പേഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാവോനെയും അവൻ്റെ വണ്ടിയുമൊക്കെ കണ്ട് അവർ ഷോക്കായി നോക്കി നിൽക്കുകയാണ്. അതിൽ പിന്നെ യോയോനെ കൂടി കണ്ടപ്പോൾ മുഴുവനായി. ഷാവോ യോയോനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി അവളെ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർ കയ്യും കോർത്ത് ഉള്ളിലോട്ട് വരികയാണ്. അത് കണ്ട് വോ എന്ത് സൂപ്പർ വണ്ടിയല്ലേ, അവനെ നോക്കി എന്തൊരു ഭംഗിയാ എന്നൊക്കെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറും. അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഷാവോ പറയും, എല്ലാവരും എത്തിയില്ലേ, എന്നാൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ, എൻ്റെ ട്രീറ്റാണ്. അതിൽ ക്വിങ്കിങ് പറയും, ഡെയ്മങ് നിൻ്റെ ലൂവേവേവേ ഇതുവരെ എത്തിയില്ലല്ലോ, നീയല്ലേ പറഞ്ഞത് നീ അവളെ കൊണ്ടുവരുമെന്നൊക്കെ. അവൾ എന്തായാലും വരും, അവൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നോക്കുന്ന കുട്ടിയാണ്. ഞങ്ങളും അവൾ വരാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ വേവേ എത്തും. എന്നിട്ട് റെസ്റ്റോറൻറ്റ് കണ്ട അവളെ, ഇതാണോ ഡെയ്മങ് പറഞ്ഞ റെസ്റ്റോറൻറ്റ്? നല്ല പോഷ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ബില്ലടക്കാനുള്ള കാശ് തികയോ ആവോ? എന്തായാലും കുഴപ്പമില്ല, ക്യാഷ് ഇല്ലെങ്കിൽ നെയ്യിനോട് കടം ചോദിക്കാം എന്നും വിചാരിച്ച് അവൾ ഉള്ളിലോട്ട് പോകാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും അവളെ വെയിറ്റ് ചെയ്യാണ്. അതിൽ ആരോ വരുന്ന സൗണ്ട് കേട്ടിട്ട് ഒരുത്തൻ ലൂവേവേവേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലെല്ലാവരും എവിടെ എവിടെ എന്നും പറഞ്ഞ് ആകാംക്ഷയോടെ നോക്കാണ്. ഡെയ്മങ് പറഞ്ഞതനുസരിച്ച് ലൂവേവേവയ്ക്ക് ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളെ യോയോനെ കടത്തി വെട്ടാൻ പറ്റുമോ? അതിൽ വേറൊരുത്തി പറയും, ഡെയ്മങ് ശരിക്കും യോയോനേക്കാളും ഭംഗിയുണ്ടോ നിൻ്റെ ലൂവേവേവയ്ക്ക്? നിങ്ങളത് നേരിട്ട് കണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. യോയോയാണ് നമ്മുടെ സെർവറിൽ തന്നെയുള്ള സുന്ദരി. അതൊക്കെ കേട്ട് ഡെയ്മങ് ദേഷ്യം പിടിച്ചുകൊണ്ട് യോയോനെ നോക്കിയിട്ട് പറയും, നീ ഒറ്റ ഒരുത്തിയാണ് ടിയാനും ക്വിങ്കുങ്ങും തമ്മിലുള്ള ബന്ധത്തിൽ ചുക്കാൻ പിടിക്കുന്നത്. നീ അറിയണം എൻ്റെ പെയിൻ എന്താണെന്ന്. അത് കണ്ട് എനിക്ക് മനസ്സ് നിറയണം. അങ്ങനെ വേവേ ഉള്ളിലെത്തി റിസപ്ഷനിസ്റ്റ് അവൾക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ വരുന്ന സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോൾ അവർ റിസപ്ഷനിസ്റ്റിനെയാണ് കാണുന്നത്. അയ്യേ ഇവളാണോ സുന്ദരി, വെറുതെ പ്രതീക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ചടച്ച്. ഇതാ ഇവിടെയാണ് എന്നും പറഞ്ഞ് ആ റിസപ്ഷനിസ്റ്റ് വേവേക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. അതിലെല്ലാവരും ഒന്നുകൂടെ ആകാംക്ഷയോടെ നോക്കും. അങ്ങനെ വേവയുടെ എൻട്രിയാണ്. അവളെ കണ്ട് എല്ലാവരും വായ വരെ തുറന്നുപോയി. ഷാവോയും ഹാപ്പിയായി. ആ ബസ് സ്റ്റോപ്പിൽ കണ്ട അവളെ വീണ്ടും കാണാൻ പറ്റിയല്ലോ. യോയോൻ്റെ കൂട്ടാളികളൊക്കെ അതിശയം കൊണ്ട് നോക്കുകയാണ്. എറിക്സിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നിട്ട് വേവേനെ കണ്ടിട്ട് ഇവളേതാ? എന്നാൽ ഇവരെ ഒക്കെ കണ്ട് വേവേ ഞെട്ടാണ്. ഡെയ്മങ് മാത്രം ഉണ്ടാകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വേവേ വന്നിരുന്നത്. ഷാവോ ആണെങ്കിൽ അവളെ കണ്ട് മതി മറന്ന് നോക്കുന്നുണ്ട്. യോയോ അത് കണ്ട് ദേഷ്യം പിടിക്കും. അങ്ങനെ ഡെയ്മങ് വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഈ ഗെറ്റ് ടുഗദറിന് നീ വന്നല്ലോ. ഗെറ്റ് ടുഗദറോ? അതെ, നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരണ്ട്. എന്നിട്ട് ഡെയ്മങ് അവളെ ഡെയ്മങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരുത്തും. അതിലെല്ലാവരും കുസുകുസുമൊക്കെ പറയുന്നുണ്ട്. എന്തൊരു ഭംഗിയല്ലേ അവളെ, ഞാൻ ശരിക്കും അവളെ കണ്ട് ഞെട്ടി. നീയാണോ ശരിക്കും ആ ലൂവേവേവേ? അതെ, എന്തൊരു ഭംഗിയാണല്ലേ. എന്നിട്ട് അവൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ് എവരിവൺ, ഞാനാണ് ലൂവേവേവേ. ഒരിക്കലുമല്ല, നീ കള്ളം പറയാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ശരിക്കുമുള്ള ലൂവേവേവനെ. ലൂവേവേനെ നിങ്ങൾ കണ്ടു എന്നോ? അതെ, ദ റിയൽ ലൂവേവേവേ, ഷാവോൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലൂവേവേനെ തന്നെ. അവളെ കാണാൻ ഭംഗിയില്ലാന്ന് മാത്രമല്ല ഒരു ഫാഷനും ഇല്ലാത്തൊരു പെണ്ണ്. ഒരു കള്ളി കുപ്പായമൊക്കെയാണ് അവൾ ഇട്ടിട്ടുള്ളത്. സത്യം പറ, നീ ആരാണ്? നീ എന്തിനാ ലൂവേവേവയാണെന്ന് പറഞ്ഞു വന്നത്? അത് കേട്ട് വേവേ ഒന്നും മനസ്സിലാകാതെ ഡെയ്മങ്ങിനെ നോക്കണേ. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂവേവേക്ക് ഇങ്ങോട്ട് വരാൻ മടിയുണ്ട്. സോ അവൾ ഒരു സുന്ദരിയെ കണ്ടുപിടിച്ച് ക്യാഷ് കൊടുത്ത് ഏർപ്പാടാക്കിയതാണല്ലേ അഭിനയിക്കാൻ. കള്ളിഷേട്ടോ? അതിൽ അവൾക്ക് പെട്ടെന്ന് ഓർമ്മയാകും. കൊച്ചുമുതലാളിയും ഗേൾ ഫ്രണ്ട്സും വന്ന് അവളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ ഞാനാണെന്ന് വിചാരിച്ചിട്ടാണ് എറിക്സിയെ ഉപദ്രവിച്ചത്. എന്നിട്ട് പറയും, നിങ്ങൾ ശരിക്കും ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ തന്നെയാണ് ലൂവേവേവേ. അത് കേട്ടിട്ടും ആരും ഒന്നും വിശ്വസിക്കാത്ത പോലെ ഇരിക്കുകയാണ്. അത് കള്ളം പറയല്ല, നീ എന്താ ഇത്ര ഉറപ്പ് എന്നൊക്കെ പറയണേ. അതിൽ വേവേ പറയും, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ? അതിൽ കുറച്ച് പേര് പറയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ശരിയല്ലേ, ഇവള് ലൂവേവേൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ അപ്പോൾ നമുക്ക് ഇവളാണ് ലൂവേവേ എന്ന് വിശ്വസിക്കാമല്ലോ. അതിൽ ഒരുത്തി പറയും, അക്കൗണ്ട് ലോഗിൻ ചെയ്തെന്ന് വെച്ച് അവളാണ് ഇവള് എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കുമുള്ള ലൂവേവേ അതൊക്കെ പഠിപ്പിച്ചിട്ടാണെങ്കിലോ വിട്ടിട്ടുള്ളത്. അതിൽ വേവേ പറയും, ഓക്കെ, അക്കൗണ്ട് ലോഗിൻ ചെയ്തെന്ന് വെച്ച് നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. പക്ഷേ ഗെയിമിലെ സ്കില്ല് കണ്ടിട്ട് നിങ്ങൾ പറയേ ഞാൻ ലൂവേവേവേ ആണോ അല്ലേ എന്ന്. അതൊന്നും ആർക്കും പഠിപ്പിച്ചു വിടാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങളിൽ ആരെങ്കിലും 4 പേര് എന്നോട് ഫൈറ്റ് ചെയ്യണം. ഞാൻ അതിൽ 4 എണ്ണത്തിലും മത്സരിച്ച് ജയിച്ചാൽ പിന്നെ ഞാനാണ് റിയൽ ലൂവേവേവേ എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കില്ലല്ലോ. അത് കേട്ട് എല്ലാവരും മടിച്ച് നിൽക്കുകയാണ്. എന്താ, നിങ്ങൾക്ക് കളിക്കാൻ പേടിയുണ്ടോ? ഏയ് ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് ക്വിങ്കുങ് മുന്നോട്ട് വരും. അങ്ങനെ ക്വിങ്കുങ്ങും വേവയും ഫൈറ്റാണ്.
എന്നാൽ ആ ഫൈറ്റിൽ ക്യുങ് തോറ്റുപോകും. നെക്സ്റ്റ് അടുത്ത ആൾ വരും. അങ്ങനെ വേവെ 3 പേരെയും തോൽപ്പിക്കും. 4ാമത്തെ ആൾക്ക് വേണ്ടി വേവെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ യോയോ പറയും, ഇതൊക്കെ കണ്ടിട്ട് നീ തന്നെയാണ് ലൂവേവേ എന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. ഇനി ഫൈറ്റ് ചെയ്ത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വേവെ പറയും, പ്ലേയേഴ്സ് തമ്മിലുള്ള ഗെറ്റ് ടുഗദറിൽ ഒരു ഫൈറ്റൊക്കെ ചെയ്യുന്നത് ഒരു രസമല്ലേ? നമ്മൾ 4 കളി കളിക്കാമെന്നല്ലേ തീരുമാനിച്ചത്? അതല്ല, നിങ്ങൾക്ക് ഇനി പേടിയുണ്ടോ എന്നോട് കളിക്കാൻ? അത് കേട്ട് ആരും മിണ്ടുന്നില്ല. ഷേവോ പറയും, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാന്ന് പറഞ്ഞില്ലേ, വിട്ടേക്ക്. ഈ ഗെറ്റ് ടുഗദർ ഒരു വൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കണ്ടല്ലോ. അതിൽ വേവെ ചോദിക്കും, നീ ആരാണ്? ഞാൻ ഷെൻഷെ വുക്സിയാങ്. ഓ, നീയാണല്ലേ ഷെൻഷെ. എന്നാൽ നീയുണ്ടോ ആ 4ാമത്തെ ആളായി കളിക്കാൻ? അത് കേട്ട് ഷേവോ മടിച്ചുകൊണ്ട് നിൽക്കണേ. അതിൽ യോയോ പെട്ടെന്ന് വന്ന് ആ സീറ്റിലിരിക്കും. അങ്ങനെ അവർ ഫൈറ്റ് തുടങ്ങി. ഷേവോ ആണെങ്കിൽ വേവോനെ ഇമ വെട്ടാതെ നോക്കി നിൽക്കണേ. അത് നമ്മുടെ യോയോ കളീൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. യോയോ ആണെങ്കിൽ അവളായിട്ട് ഫൈറ്റ് ചെയ്യാതെ പേടിച്ചോടിക്കൊണ്ടിരിക്കണേ. അത് കണ്ട് ക്യുങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, വേവേ നിനക്ക് കളിക്കണമെങ്കിൽ വേറെ ആരോടെങ്കിലും കളിക്ക്. നീ എന്തിനാ വെറുതെ ഓരോരുത്തരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്? അത് കേട്ടിട്ട് വേവയ്ക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട്, അത് നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, വേറെ ആരെയും ഉപദ്രവിക്കരുത് എന്ന്. എന്തായാലും ഈ 3 കളി കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് ക്ഷീണിച്ചിരുന്നു. പക്ഷേ ഈ 4ാമത്തെ കളി കൊണ്ട് ഒരുപാട് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സമയം കിട്ടുന്നുണ്ട്. പേടിച്ചോടല്ലേ. അത് കേട്ട് യോയോ മൗസൊക്കെ എറിഞ്ഞ് കളി നിർത്തുകയാണ്. എന്നിട്ട് ദേഷ്യം പിടിച്ച് ഷാവോൻ്റെ അടുത്തോട്ട് പോയി ഷാവോ എന്ന് വിളിക്കും. എന്നാൽ ഷാവോ അതൊന്നും കേൾക്കുന്നു പോലുമില്ല. വേവേനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് യോയോക്ക് ഒന്നുകൂടെ ദേഷ്യം പിടിച്ച് അവൻ്റെ കയ്യിനൊരു തട്ട് കൊടുത്ത് വിളിക്കും. അവൻ ഞെട്ടി ഉണർന്നിട്ട് പെട്ടെന്ന് പറയും, ഇതൊരു ഗെയിമല്ലേ യോയോ, നീ എന്തിനാ വിഷമിക്കുന്നത്? അത് കേട്ട് ഡെയ്മങ്ങും യോയോനെ കളിയാക്കിക്കൊണ്ട് പറയും, അതെ ശരിയാ യോയോ, ഇതൊരു ഗെയിമല്ലേ, നീ ഇത്ര സീരിയസ് ഒന്നും ആക്കണ്ടല്ലോ. അത് കേട്ട് അവർക്കൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കണേ. അപ്പോൾ ഞാൻ തന്നെയാണ് ലൂവേവേ എന്ന് തെളിഞ്ഞില്ലേ? എന്നാൽ ഓപ്പോസിറ്റ് ടീം ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ പറയും, ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വിശ്വാസമായി, നീ തന്നെയാ ലൂവേവേ. എന്തൊരു കളിയാ. വേവേൻ്റെ ബാക്കിലുള്ള പെണ്ണുങ്ങൾ പറയും, ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ സെർവറിലുള്ള ഏറ്റവും വലിയ സുന്ദരി യോയോ ആയിരിക്കുമെന്നാ. ഇപ്പോൾ ലൂവേവേനെ കണ്ടപ്പോൾ ഒന്നുമല്ല. അവളൊക്കെ ലൂവേവേൻ്റെ പ്രകാശത്തിൽ മങ്ങിപ്പോയി. അതൊക്കെ യോയോയും കേൾക്കുന്നുണ്ട്. അവൾക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ഡെയ്മങ് പറയും, അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടൊക്കെ തീർന്നല്ലോ. നമ്മൾ ഇവിടെ പരസ്പരം കാണാനും പരിചയപ്പെടാനുമാണ് വന്നത്, അല്ലാതെ പ്ലെയേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഡൗട്ട് അടിച്ച് അന്വേഷണം നടത്താനല്ല. ഇനി എല്ലാവരും സീറ്റിലോട്ട് ഇരിക്കല്ലേ, വന്ന കാര്യം നടക്കട്ടെ. അങ്ങനെ എല്ലാവരും പഴയ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. അതിൽ ടിയാൻ പറയും, ഞാനാണ് ടിയാൻ, നീ എന്നോട് ക്ഷമിക്കണം. നമ്മൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അതിൽ വേവെ ചിരിച്ചുകൊണ്ട്, ഏയ് ഇല്ല. ഷേവോ പറയും, ഇനി നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് പരിചയപ്പെടാം, ഫുഡ് വരട്ടെ എന്നും പറഞ്ഞ് ഓർഡർ ചെയ്യും. വേവേ, നീ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഏത് കോളേജിലാ? അതിൽ വേവെ പറയും, ഇവിടുത്തെ ഒരു ഫേമസ് കോളേജിലാ. അതിൽ അവർ തെറ്റിദ്ധരിച്ച് വേറെ ഒരു കോളേജ് പറയും. വേവെ അത് തിരുത്താനും നിന്നില്ല. എന്താ കോഴ്സ്? കമ്പ്യൂട്ടർ. അതിൽ ഒരുത്തൻ പറയും, കമ്പ്യൂട്ടർ കോഴ്സോ? ഞാനും ആ കോളേജിലെ കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് ആണല്ലോ, നിന്നെ ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴേക്കും ക്യുങ് ഇടയിൽ കയറി പറയും, ഈ ഈയിടെയായി കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞവരൊക്കെ കോളേജ് കുമാരികളാണെന്നും പറഞ്ഞ് നടക്കാറുണ്ട്. അത് കേട്ട് വേവയ്ക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട്, നീ ഒരു പെണ്ണ് തന്നെയാണോ? നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? എന്നിട്ട് അവനോട് പറയും, ഞാൻ നിൻ്റെ മെയിൻ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. ഓ അതെയോ, വെറുതെയല്ല നിന്നെ ഞാൻ കാണാഞ്ഞത്. അതേസമയം കമ്പനിയിൽ എല്ലാവരും പോയി. നെയ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെയാണ്. അത് കണ്ട് നെയ് വേവയ്ക്ക് വിളിക്കും. വേവ ആണെങ്കിൽ ഇവിടെ ഗെറ്റ് ടുഗദറിൽ. ഇവരിവിടെ അത് കഴിഞ്ഞിട്ട് കരോക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, വേവ ഒഴികെ. അതിൽ വേവൻ്റെ ഫോൺ റിങ് ചെയ്യും. അവൾ അത് അറ്റൻഡ് ചെയ്യണേ. നല്ല മഴയാണ്, നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ വരാട്ടോ. ഓക്കെ, എന്നാൽ നീ ഇപ്പോൾ തന്നെ വാ. വേവയ്ക്ക് ആശ്വാസമായി ഇവിടെ നിന്ന് പോകാലോ. അതിൽ ഒരുത്തി ചോദിക്കും, വേവേ നിൻ്റെ ബോയ് ഫ്രണ്ടാണോ വിളിച്ചത്? അവൾ അതെ എന്ന് പറയും. അത് കേട്ട് ഷാവോൻ്റെ സന്തോഷമൊക്കെ പോയി, അവൻ്റെ പ്രതീക്ഷ ഒക്കെ മങ്ങി. നീ അപ്പോഴേക്കും പോകാണോ? ഇത് കഴിഞ്ഞിട്ട് കരോക്കെ ഉണ്ട്, നീയും വാ. അതിലെല്ലാവരും അവളോട് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. നീ വാ, നിൻ്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിക്കോ. നമ്മളൊക്കെ ഇപ്പോഴാണ് ഒന്ന് പരിചയപ്പെട്ടത്, അപ്പോഴേക്കും നീ പോവുകയാണോ? സോറി, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്, നിങ്ങൾ പോയിക്കോ. വേവെ പോകുന്നതിൽ ഷാവോക്കും സങ്കടമുണ്ട്. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. വേവെ നെയ്നെ വെയിറ്റ് ചെയ്യാണ്. അതിൽ അവൾ പറയും, ഡെയ്മങ് നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ നേരം വൈകണ്ട. അത് വേണ്ട, ഈ പാതിരാത്രി ഇത്രയും സുന്ദരിയായി നിന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ലല്ലോ. അവൻ ഇപ്പോൾ വരും, നിങ്ങൾ പോയിക്കോ. ഏയ് അത് വേണ്ട, അത് ജസ്റ്റ് ഒരു കരോക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ ഒരുത്തി പറയും, സത്യം പറ, നീ ശരിക്കും ഇവിടെ നിൽക്കുന്നത് ഈ സുന്ദരിയുടെ ബോയ് ഫ്രണ്ട് എത്ര സുന്ദരനാ എന്നറിയാനല്ലേ? അതും ശരിയാ, എനിക്ക് അത് അറിയാനും ഒരു ആഗ്രഹമുണ്ട്.
ക്വിങ്ക്യും പറയും, എനിക്കും അവനെ ഒന്ന് കാണണം, എങ്ങനെയുണ്ടെന്ന് അറിയണം, അവൻ നമ്മുടെ ഷാവോനേക്കാളും ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ബോയ് ഫ്രണ്ട് കാറ്റഗറിയിലെ ഷാവോക്കാണ് ഫസ്റ്റ്. പോരാത്തതിന് ഷാവോ റിച്ചുമാണ്. അതൊക്കെ കേട്ട് യോയോ അവൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നെയ്ൻ്റെ കാറ് വന്ന് നിന്ന് അതിലെല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അവനൊരു കുടയും തുറന്ന് അതും ചൂടി വേവേൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അവൻ കുട ഉയർത്തിയിട്ടൊന്ന് നോക്കും. അതിൽ ഷാവോ അവനെ കണ്ട് ഞെട്ടി. ഇവനോ? എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അവനെ കണ്ട് വാ തുറന്നു പോയി. യോയോൻ്റെ ടീം ഞെട്ടി നിൽക്കുകയാണ്. അതിൽ വേവേ ഡെയ്മങ്ങിനോട് പറയും, എന്നാൽ ഇനി നിങ്ങൾ പോയി എൻജോയ് ചെയ്തോ, ഞാൻ പോവട്ടെ എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഡെയ്മങ്ങ് പിടിച്ചു വെച്ചിട്ട്, വേവേ നീ അവനോടൊന്ന് ചോദിച്ചു നോക്ക് ഞങ്ങളുടെ കൂടെ വരണോ എന്ന്. അതിൽ വേവേ അവളെ കൈ മാറ്റിയിട്ട്, വേണ്ട, ചോദിക്കാതെ തന്നെ എനിക്കറിയാം അവൻക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ ഒരു നോട്ടവും നോക്കി അവൾ പോകും. എന്നിട്ട് നെയ്ൻ്റെ കുടയിൽ പോയി കയറും. അങ്ങനെ അവർ പോവുകയാണ്. അതിൽ ക്വിങ്ക്യും വിളിച്ചു പറയും, ഏയ് നിനക്കൊരു കാര്യം അറിയോ, നിൻ്റെ ഗേൾ ഫ്രണ്ടിന് ഗെയിമിൽ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അത് കേട്ട് വേവ വരെ ഞെട്ടി ദേഷ്യം പിടിച്ച് അവൾ അടുത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ നെയ് അവളെ പിടിച്ചു വെക്കാണ്. പിന്നെ ആൺപിള്ളേരെ പഞ്ചാര വർത്താനം പറഞ്ഞ് വശീകരിക്കുന്നതിലും അവൾക്ക് പ്രത്യേക കഴിവാട്ടോ. അവൾ അറിയപ്പെടുന്നത് തന്നെ നല്ല വശീകരണ സ്ത്രീ എന്ന പേരിലാ. ഹേ ആൻസം, നീ അവളെ വലയിൽ വീഴണ്ടട്ടോ. അത് കേട്ട് വേവയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ആയി. അതിൽ നെയ് വേവേനെ നോക്കി അവരോട് പറയും, വേവയ്ക്ക് എന്നെ എത്രത്തോളം കാലം വേണമെന്നോ അത്രയും കാലം നീ ഈ പറഞ്ഞതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അത് കേട്ട് ക്വിങ്ക്യുങ്ങൊക്കെ ആകെ ഷോക്കായി. അവൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ ആയല്ലോ. യോയോക്കും ഷാവോക്കൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കണേ. അങ്ങനെ നെയ് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഷാവോക്ക് ആ പിടുത്തമൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് അവരെ നോക്കുന്നത് യോയോ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ തിരിച്ചു വരികയാണ്. അതിൽ വേവെ പെട്ടെന്ന് സന്തോഷം കൊണ്ട് ചിരിക്കും. എനിക്കറിയാം നീ ആളുകളെ കൊണ്ട് വർത്താനം പറഞ്ഞ് വായ അടുപ്പിക്കാൻ ഉഷാറാണെന്ന്. ആ ക്വിങ്ക്യുങ്ങൊക്കെ നിന്നെ നല്ലോണം പ്രൊവോക്ക് ചെയ്യാനാണ് നോക്കിയത്. നീ അങ്ങനെ ഒരു മറുപടി കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കണം. ഇനി കാവോ അവൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ ഫ്ലാറ്റിലോട്ട് വരികയാണ്. എന്നിട്ട് കിറ്റിനെ തപ്പാണ്. അങ്ങനെ സോഫിൻ്റെ ഉള്ളിൽ നിന്നും കിറ്റിനെ കിട്ടി. എന്നിട്ട് അതിനോട് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? നിന്നെ കണ്ടിട്ട് ആരുടെയോ നല്ല കെയറിംഗ് ഒക്കെ കിട്ടിക്കിടക്കുന്ന പോലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഇനി എറിക്സി ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നൂഡിൽസും കഴിക്കുന്നുണ്ട്. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാവോ ഓൺലൈനിൽ വരുന്നത് കണ്ടിട്ട് അവൾ വേഗം അവനോട് ചാറ്റ് ചെയ്യാണ്. എന്നാൽ ആ മെസ്സേജ് കണ്ടിട്ട് കാവോ ദേഷ്യം പിടിച്ച് നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് 22 കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.